ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ശരിക്കും ഓൺലൈനിലൂടെ കാശ് ഉണ്ടാക്കാം, എങ്ങനെ മണി മേക്കിംഗ് ഓൺലൈനിലൂടെ പോസിബിൾ ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ അധികവും നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തുനിന്നും കിട്ടില്ല. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതിലധികവും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഓൺലൈനിൽ ശരിക്കും മണി മേക്കിംഗ് സാധ്യമാവുന്നത് ഓൺലൈനിലൂടെ ഒരു ജോലിയോ മറ്റൊന്നും ചെയ്യുമ്പോഴല്ല, എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാൻ വേണം. ഓൺലൈനിലൂടെ എന്തെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലർ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ വിൽക്കും. ചിലർ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കും. ചിലർ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് നോക്കും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലും ലാഭകരമായിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊന്നും തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട്, ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നേരത്ത് അവർ ഓടിപ്പോയി ഏതാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്, ഈ മിന്നിത്തിളങ്ങുന്നതിൻ്റെയൊക്കെ പുറകെ കിടന്ന് ഓടാനായിട്ട് നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനിലൂടെയുള്ള ബിസിനസ്സിൻ്റെ സീക്രട്ട് അവർക്കറിയില്ല. യഥാർത്ഥത്തിലുള്ള അറിവ് അവർക്കില്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഓൺലൈനിൽ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ മെച്ചപ്പെടുമെന്ന് അവർ വിചാരിച്ചിരിക്കണം. വളരെ അബദ്ധമാണ് അത്. കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആവുള്ളൂ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം കറക്റ്റ് ആവണം, എന്നാലാണ് മണി മേക്കിംഗ് പോസിബിൾ ആവുള്ളൂ. അത് ഓൺലൈനിലാണെങ്കിലും പുറത്താണെങ്കിലും. ഓൺലൈനിൽ വ്യത്യസ്തമൊന്നുമല്ല. അധിക പേരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില്ലറ കളികൾ കളിക്കാൻ നോക്കുക. അവർ ചില്ലറ ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകളും ചില്ലറ ലാഭത്തിൻ്റെ നിസ്സാരമായിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർ ഓൺലൈനിലൂടെ മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കും. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിരിക്കും അത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങളുടെ ലൈഫിലെ ഒരു 6-7 മാസം ഞാൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് തരാണ്. അതായത് ഈ 6-7 മാസം വേസ്റ്റ് ആവാതിരിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവും. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയോ എന്തോ പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ വെച്ച് അവിടെ വെച്ച് അനലൈസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സംഗതി പിടി കിട്ടും. ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷേ അപ്പോഴേക്കും കുറച്ച് ടൈം നിങ്ങളുടെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. അത് വേസ്റ്റ് ആവാതിരിക്കാനാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, നിങ്ങൾ സെല്ല് ചെയ്യാൻ നേരത്ത് മെച്ചപ്പെട്ട ലാഭമുള്ള പ്രൊഡക്റ്റോ സർവീസോ മാത്രം നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം, വിൽക്കാനായിട്ട് നോക്കാം. തുടക്കത്തിലേ നിങ്ങളുടെ മനസ്സിലൊരു ഉറപ്പുണ്ടാവണം. ഒരു ഓർഡർ വരാൻ നേരത്ത് എനിക്ക് മെച്ചപ്പെട്ട ലാഭം കിട്ടണം, എന്നിട്ടേ കാര്യമുള്ളൂ. ഇത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിലവിലൊന്നും നിങ്ങൾ ചെയ്യണില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് നോക്കാം. അതായത് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, വളരെ തുച്ഛമായിട്ടുള്ള ലാഭമുണ്ട്, തുച്ഛമായിട്ടുള്ള ലാഭം മാത്രമാണ് കിട്ടണുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തരക്കേടില്ലാതെ ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. 1 മാസം കഴിയുന്നു, 2 മാസം കഴിയുന്നു, 3 മാസം കഴിയുന്നു, ഒരു 6-7 മാസം ആവാൻ നേരത്ത് ആ പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കും. എന്താ ചിന്തിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കുഴപ്പമില്ല, സെയില് നടക്കുന്നുണ്ട്, ചെറിയ ലാഭമാണെങ്കിലും ലാഭവും കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല. ആ എമൗണ്ട് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കണില്ല. 7-ാമത്തെ മാസം നിങ്ങൾ ചിന്തിക്കും. സെയിലൊക്കെ വന്ന് 7-ാമത്തെ മാസം നിങ്ങളിരുന്ന് ചിന്തിക്കണത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നതാണ്. സെയിൽ നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ബിസിനസ് ഓക്കെയാണ്, പക്ഷേ എൻ്റെ കയ്യിലൊന്നും കിട്ടണില്ല, നീക്കിയിരിപ്പായിട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും നിങ്ങൾ വരുത്താൻ പോണ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഓക്കെ, ചിലപ്പോൾ പ്രശ്നം കുറച്ച് സെയിൽ ഒന്നും കൂടി കൂട്ടാം. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഡെയിലി 10 ഓർഡർ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് 20 ആക്കാനായിട്ട് നോക്കാം. അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് വീണ്ടും വെള്ളം കോരി ഒഴിക്കലല്ല സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതാദ്യം അടയ്ക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിലില്ലാത്തതല്ല, മറിച്ച് ശ്രദ്ധിച്ച് കേട്ടോ, ഇൻഡിവിജ്വൽ ഓർഡറിൽ നിന്ന് ഒരു സെയിൽ നടക്കാൻ നേരത്ത്, ഒരു കസ്റ്റമർ വരാൻ നേരത്ത് വേണ്ടത്ര ലാഭം അവരിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കണില്ല. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു സെയിൽ നടക്കാൻ നേരത്ത് തുച്ഛമായിട്ടുള്ള ലാഭം മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുച്ഛമായിട്ടുള്ള ലാഭം വെച്ചിട്ട് ഒരുപാട് ഓർഡറുകൾ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ്, അതായത് നല്ല രീതിയിൽ ഓർഡറുകൾ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക്
മെച്ചപ്പെട്ട ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. കാരണം നിങ്ങൾ ഇപ്പോഴും സെയിൽ കൂട്ടാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വൽ ഓർഡറിലെ ഒരു ഓർഡർ കിട്ടുമ്പോൾ അതിലെ ലാഭം കൂട്ടാനായിട്ട് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ അങ്ങനെ ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ കൈവെക്കാവുള്ളൂ എന്ന് ചുരുക്കം. ഈ സംഗതി നിങ്ങൾ ആദ്യം പഠിച്ചില്ലെങ്കിൽ, ഇത് പഠിക്കാതെ നിങ്ങൾ മിന്നിത്തിളങ്ങുന്നതിൻ്റെ പുറകെ കിടന്ന് ഓടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെ നിങ്ങൾ കുഴി ചാടാ കയറുക അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നടപടിയാവില്ല എന്നുള്ള ഒരു പോയിന്റിൽ മനസ്സിലാവും. അത് ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നതാണ്. കയ്യിലൊന്നും നീക്കിയിരിപ്പ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ, ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു സെയിൽ നടക്കാൻ നേരത്ത് ശ്രദ്ധിച്ചു, ഒരു സെയിൽ നടക്കാൻ നേരത്ത് മെച്ചപ്പെട്ട ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം സെല് ചെയ്യുക, മെച്ചപ്പെട്ട ലാഭമുള്ള സർവീസുകൾ മാത്രം ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യുക. ലാഭം എന്നാണ് ഞാൻ പറയുന്നത്, സെയിലല്ല. കാരണം ലാഭം മാത്രമാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മളുടെ ഇൻകം. മറ്റുള്ളതൊന്നും നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സെയിൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നാണ് ആളുകൾ ചോദിക്കുക. അങ്ങനെയല്ല, ഇന്നത്തെ സെയിലിൽ എത്ര രൂപയുടെ ലാഭം കിട്ടി അതിന് മാത്രമാണ് കാര്യമുള്ളൂ. കാരണം വെച്ചാൽ അതാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ കംപ്ലീറ്റ് ഫ്രീഡം ഉള്ള മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിൽ ലാഭം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാഭത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പണിപ്പാളും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പലരും ഈ ഓൺലൈനിലൊക്കെ വിൽക്കാൻ പഠിപ്പിക്കുന്ന ആളുകൾ പോലും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരില്ല. അവരധികം പറയാം നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് എടുക്കുക, ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നോക്കുക, ട്രെൻഡിങ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വരാം. ഈ ട്രെൻഡിങ്ങിൻ്റെ, അതായത് ഈ മിന്നിത്തിളങ്ങുന്നതിൻ്റെ മിന്നാമിനിങ്ങിൻ്റെ പുറകെ കിടന്ന് ഓടുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ വെട്ടം കെട്ടിട്ടുണ്ടാവും. പിന്നെ വേറെ ഒരെണ്ണത്തിൻ്റെ പുറകെ ഓടാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഓടിക്കളിച്ച് അത് ടൈം വേസ്റ്റാണ് നിങ്ങളുടെ. ഏതെങ്കിലും ഒരെണ്ണം ഒരു ഇൻഡസ്ട്രി പിക്ക് ചെയ്യുക, അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കാം. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് ബിസിനസ്സുകാരെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവരിങ്ങനെ ചാടിക്കളിക്കുന്ന ആളുകളല്ല. അവർ തുടക്ക സമയത്ത്, ലേറ്റർ സ്റ്റേജിൽ അവർ പല മേഖലയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ തുടക്ക സമയത്ത് അവർ ഒരു ഇൻഡസ്ട്രി പിടിച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിൽ നിന്ന് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിന് ശേഷം മാത്രമാണ് വേറൊന്നിൻ്റെ പുറകെ പോണതിനെ പറ്റി അവർ ചിന്തിക്കുകയുള്ളൂ. ഇവിടെ പലരും ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ആഴ്ചയിൽ ഓരോ ബിസിനസ്സുകളാണ്, ആഴ്ചയിൽ ഓരോ ഐഡിയകളാണ്. എന്നാൽ ഇത് ഒന്നിലും തന്നെ ഇവർ മെച്ചപ്പെടണമില്ല. അപ്പോൾ ഇത് വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, മെച്ചപ്പെട്ട ലാഭമുള്ള പ്രൊഡക്റ്റിൽ മാത്രം നിങ്ങൾ തൊടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ സർവീസ്, അതിൽ ലാഭം നമുക്ക് വേണം. നമുക്കൊരു 1, 2, 3 ഓർഡർ കിട്ടുമ്പോൾ തന്നെ തരക്കേടില്ലാത്തൊരു ഇൻകം വന്നതായിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് തന്നെ. അതായത് ഈ 30 രൂപ 20 രൂപ ലാഭമൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒരുപാട് പേര് ഓൺലൈനിൽ സെല് ചെയ്യാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരവരുടെ സ്റ്റോറി പോലെ ഒരുപാട് ഓർഡർ വന്നത് വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കൊറിയറൊക്കെ അയക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അവർക്ക് നല്ല ഓർഡർ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്ന് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ അവർക്കൊന്നും ഒരു ലാഭവും കിട്ടണില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി. കാരണം ഒരു ഓർഡറിൽ നിന്ന് തുച്ഛമായിട്ടുള്ള ലാഭം വെച്ചിട്ട് അവരാ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ഓർഡർ ഉണ്ടെങ്കിൽ പോലും തുച്ഛമായിട്ടുള്ള ഇൻകമാണ് മൊത്തത്തിൽ അവർക്ക് ഒരു മാസാവസാനം കിട്ടണുള്ളൂ. അതിൻ്റെ ഷിപ്പിംഗ് ചാർജും മറ്റ് ചവർ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞ് അവർക്ക് വന്നത്. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ. അത് വേറൊന്നുമല്ല, ഇൻഡിവിജ്വൽ ഓർഡറിൽ നിന്ന് ബെറ്റർ പ്രോഫിറ്റ് എനിക്ക് കിട്ടണം, എന്നാൽ മാത്രമാണ് ആ പ്രൊഡക്റ്റിൽ ഞാൻ തൊടുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്തതിനെല്ലാം ഞാൻ ഒഴിവാക്കും. കാരണം എൻ്റെ ടൈം വെറുതെ വേസ്റ്റാണ്. നല്ല ലാഭമുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കാനും ലാഭം തീരെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വിൽക്കാനും ഏറെക്കുറെ ഒരേ സമയമാണ് എനിക്ക് ചിലവാകുന്നത്, ഏറെക്കുറെ ഒരേ അധ്വാനമാണ് എനിക്ക് ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലാഭമുള്ള കളിക്ക് മാത്രമേ നിൽക്കുന്നുള്ളൂ, ചില്ലറ കളികളൊന്നും ഞാൻ തൊടില്ല. ഇതാണ് കറക്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത്. ഈ മൈൻഡ് സെറ്റുള്ള ഒരാൾക്കാണ് ഓൺലൈൻ ബിസിനസ്സിലൂടെ മണി മേക്കിംഗ് പോസിബിളായിട്ട് വരുള്ളൂ. പുറത്തെ കഥയല്ല ഞാൻ പറയുന്നത്, ഓൺലൈൻ്റെ കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഓൺലൈൻ മണി മേക്കിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലരെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ പ്രൊഡക്റ്റിനെ ഇവരൊരു മാലാഖയായിട്ട് സങ്കല്പിക്കും. ഇവരുടെ ലൈഫിനെ രക്ഷിക്കാൻ വരുന്ന ആ പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിലുള്ള മാലാഖ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ആ പ്രൊഡക്റ്റ് അങ്ങ് എടുക്കേണ്ട താമസം, ആ പ്രത്യേക ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലെത്തേണ്ട താമസം എല്ലാം മറിയുന്നു എന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി ശരിക്കും ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ്. എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ അത് വിൽക്കാം, എങ്ങനെ അത് ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ആളുകളെ കൊണ്ട് അത് എടുപ്പിക്കാം, ഇവിടെയാണ് ശരിക്കും മണി ഇരിക്കുന്നത്. ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് 2 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് വരുമാനം കൊണ്ടുതരുന്നത്. അതിലൊന്നാണ് മാർക്കറ്റിംഗ്, 2 സെയിൽസ്. ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാം,
എങ്ങനെ അവരെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാം, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആളുകളെ കൂടുതലായിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അവരെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക. ഇത് കറക്റ്റായിട്ട് ഇത് വർക്കാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഏത്? ചില്ലറ ലാഭത്തിൻ്റെ പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഈ ചില്ലറ ലാഭത്തിൻ്റെ ചെയ്താലും എത്ര ആളുകൾ വന്നിട്ടും കാര്യമില്ല, എത്ര ആളുകൾ കൊണ്ട് ഇടിപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറുകൾ സെയിൽ കൂടി വരാൻ നേരത്ത് തുച്ഛമായിട്ടുള്ള ലാഭമാണ് ഇൻഡിവിജ്വൽ സെയിലിൽ നിന്ന് കിട്ടുള്ളൂവെങ്കിൽ നമുക്ക് സെയിൽ കൂടുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസും കൂടും. നമ്മളുടെ സെയിൽ കൂടി നിങ്ങൾക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കേണ്ടതായിട്ട് വരും, കൂടുതലായിട്ട് സ്പേസ് വേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് മാറേണ്ടതായിട്ട് വരും. അങ്ങനെ പല കൂടുതലായിട്ട് എക്സ്പെൻസുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ചില്ലറ ലാഭത്തിൽ കിടന്ന് കളിക്കുമ്പോൾ ഉള്ള വിഷയം അതാണ്. വേറൊരു പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു കാര്യം പറയാം. അപ്പോൾ പെട്ടെന്ന് കൊറിയർ കമ്പനി ഒരു 30 രൂപ കൂട്ടിയെന്ന് വിചാരിക്കുക, അതോടുകൂടി നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. പെട്ടെന്ന് കൊറിയർ കമ്പനി അവരുടെ കൊറിയർ ചാർജ് ഒരു 30 രൂപ കൂട്ടി, നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ലാഭം 50 രൂപയാണ്. ഇപ്പം എത്രയും ലാഭം നേരെ കുത്തനെ ഇടിഞ്ഞ് 20 രൂപ ലാഭമായി. അപ്പോൾ എത്ര രൂപയുടെ ഇടിവാണ് നിങ്ങളുടെ ഇൻകത്തിൽ വന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് ഞാനൊന്ന് ആഗ്രഹിച്ചു വേണം, ഒരു സ്വിച്ച് ഇട്ട പോലെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കത്തണ രീതിയിൽ അങ്ങ് മനസ്സിലാക്കി തരാൻ സാധിച്ചായിരുന്നു. കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയണതെന്നുള്ളത്. അപ്പോൾ ഈ ലാഭത്തിൻ്റെ കേസ് ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ ആളുകളെ കൊണ്ടുവരിക, കൂടുതൽ ആളുകളെ കൊണ്ട് ഇടിപ്പിക്കുക. ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കറക്റ്റായിട്ട് പോകുമ്പോഴാണ് മെച്ചപ്പെട്ട ഇൻകം വരുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഓർഡറിൽ നല്ല ലാഭമുണ്ട്, ഒരു ഓർഡർ നടക്കുമ്പോൾ നമുക്ക് തിരക്കേടില്ലാത്ത ലാഭമുണ്ട്. ആ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം വരുന്നത്. കാരണം ഒരെണ്ണം വിൽക്കുമ്പോൾ തന്നെ നല്ല ലാഭം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സെയിലുകൾ കൂട്ടാൻ നേരത്ത് നമുക്ക് അവിടെയാണ് ശരിക്കും മെച്ചപ്പെട്ടിട്ടുള്ള ഇൻകം ഇരിക്കുന്നത്. അതിന് നിങ്ങൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പഠിക്കണം. അതല്ലാതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും ഒരു പേജിൽ ലിസ്റ്റ് ചെയ്തിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ട് കയ്യും കെട്ടി ഇരിക്കലല്ല ബിസിനസ്. പലരും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഇതൊക്കെയാണ്. ഈ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്തോ അത്ഭുതം സംഭവിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിൻ്റെ എക്സ്പെൻസുകളെ പറ്റിയിട്ട് അവർ പറയണില്ല. അധിക സമയം ഈ തുച്ഛമായിട്ടുള്ള ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം എത്ര ഓർഡറുകൾ നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിന്തിച്ചു നോക്കാം. അപ്പോൾ മെച്ചപ്പെട്ട ലാഭമുള്ള യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, യുണീക്കായിട്ടുള്ള സർവീസുകൾ നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് ഈ പ്രൊഡക്റ്റുകളൊന്നും തന്നെ വിദേശത്തു നിന്ന് ഇറക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ പ്രാദേശികമായിട്ട് ഉള്ള പ്രൊഡക്റ്റ് അത് മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു പരസ്യം കണ്ടു, നിലമ്പൂർ കാടിൻ്റെ അകത്തുനിന്നുള്ള തേൻ. അത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്താൽ മതി, അത് നിലമ്പൂർ ഭാഗത്തുള്ളവർക്ക് ചെയ്യാം. എന്നതുപോലെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളുടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. എല്ലാവരും ചൈനയിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് ഇറക്കണമെന്നൊന്നുമില്ല, എല്ലാവരും ഡൽഹിക്കും ബോംബെക്കും പോകണമെന്നില്ല. ഇനി പ്രൊഡക്റ്റ് തന്നെ വേണമെന്നും നിർബന്ധമല്ല. എല്ലാവർക്കും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് തന്നെ തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓൺലൈനിലൂടെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ടീച്ചറായിരിക്കാം, നിങ്ങളുടെ ആ ടീച്ചിങ് പ്രൊഫഷനെ നിങ്ങൾക്ക് ബിസിനസ്സാക്കി മാറ്റാം. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അത് ഓൺലൈനിലൂടെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്, അതൊരു ഡിജിറ്റൽ സർവീസാണ്, അതൊരു ഓൺലൈൻ സർവീസാണ്. അത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. തൊട്ട് നോക്കാൻ പറ്റുന്ന ഒന്ന് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ അവർ മാലാഖയായിട്ട് സങ്കല്പിക്കും. അത് കിട്ടേണ്ട, ആ സാധനം അങ്ങ് കിട്ടേണ്ട താമസം എന്തോ ഒരു അത്ഭുതം അവരുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. വെറും തെറ്റിദ്ധാരണയാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ് കാര്യമായിരിക്കുന്നത്. മാക്സിമം കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെയാണ് ശരിക്കും സീക്രട്ട് ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ഇതിൽ. ആദ്യം തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ചില്ലറ കളി കളിക്കില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്താണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഇൻകം വരുന്നത്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.